ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇത്രയും നാളും അശ്വിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി ആരാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോയത്, എന്തിന് വേണ്ടി സ്ഥലം സഹിതം ശ്രുതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അതോടുകൂടി ചിലരുടെ ജീവിതം തന്നെ മറിയാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഒരാളുടെ കൂടെ എപ്പോഴും ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ അവരെ എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ അവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവരിൽ നിന്നും ഒരുപാട് നാളുകൾ അകന്ന് നിൽക്കുമ്പോഴായിരിക്കും ആ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേ സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത്. അശ്വിനും ശ്രുതിയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ശ്രുതിക്കാണെങ്കിൽ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെയും വില എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും അകന്ന് നിൽക്കുമ്പോഴാണ് എത്രത്തോളം പരസ്പരം സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവരെ വിട്ടു നിൽക്കാനായിട്ട് തനിക്ക് പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അശ്വിൻ ശ്രുതിയെ കണ്ടു, ശ്രുതിയോട് സംസാരിച്ചു. അപ്പോഴെല്ലാം പറയുന്നത്, ശ്രുതി വേണ്ട, നീ ഇവിടുന്ന് പോ, അത് ആപത്താണ്, നീ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ എന്നൊക്കെ ശ്രുതിയോട് അശ്വിൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല. അശ്വിൻ സാറിന്റെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും ഉള്ളത്, ഞാൻ അശ്വിൻ സാറിനെ വിട്ട് പോകത്തില്ല, എനിക്ക് അശ്വിൻ സാറിനെ വിട്ട് പോകാൻ പറ്റത്തില്ല, സാറിനെ ഒരിക്കലും ഞാൻ വിട്ടു പോകത്തില്ല, എന്നെ കൂടെ എപ്പോഴും കാണണമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഇഷ്ടം അശ്വിനോട് ശ്രുതി തുറന്നു പറയുവാണ്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അശ്വിൻ ഇങ്ങനെ ഞെട്ടി ഒന്ന് നോക്കി. അതെല്ലാം അശ്വിൻ്റെ സ്വപ്നം മാത്രമായിരുന്നു. ശ്രുതി വരികയും അശ്വിനോട് സംസാരിക്കുന്നതും പിന്നെ അശ്വിനില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതെല്ലാം അശ്വിൻ്റെ സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ശ്രുതിയെ കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തു നിന്നൊരു വള ഇങ്ങനെ തെറിച്ച് വരുന്നത് കണ്ടത്. എന്നാൽ അശ്വിൻ ഇപ്പോൾ വലിയൊരു അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മെഡിസിൻ കറക്റ്റായി കിട്ടുന്നില്ല. അത് അശ്വിൻ്റെ ജീവന് തന്നെ ആപത്തായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ സമയം അശ്വിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ചിന്തയിലാണ്. ശ്രുതിക്കാണെങ്കിൽ ഒരൊറ്റ ഒരാളെ മാത്രമേ സംശയമുള്ളൂ, അത് ശ്യാമിന് തന്നെയാണ്. അശ്വിൻ്റെ കയ്യിൽ നിന്നും ശ്രുതി വഴി ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങുകയും അത് ശ്രുതി ഒളിപ്പിച്ചു വെച്ചപ്പോൾ അവിടെ നിന്ന് ശ്യാം അത് കണ്ടുപിടിക്കുകയും അത് ശ്യാം തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ശ്യാം ശ്രുതിയോട് പറഞ്ഞ വാക്കുകളെല്ലാം ശ്രുതിയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ശ്യാം തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ശ്രുതി ഉറപ്പിക്കുകയും അങ്ങനെ ശ്യാമിൻ്റെ റൂമിലേക്ക് ചെന്നു. നോക്കുമ്പോൾ ശ്യാം കുളിക്കുകയായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് ശ്രുതി ഒരുപാട് ശ്രമിച്ചു. അപ്പോഴാണ് ശ്യാമിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത്. ഫോണിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് നോക്കി, പക്ഷെ അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല. എന്നാൽ മെസ്സേജ് എന്തെങ്കിലും നോക്കാം, അതിലെന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അശ്വിൻ ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് 10 ലക്ഷം രൂപ ശ്യാം വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപ ശ്യാം എന്തിനായിരിക്കും വിഡ്രോ ചെയ്തത്, എന്ത് ആവശ്യമായിരിക്കും, അതും അശ്വിൻ സാർ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി എന്തിനായിരിക്കും ഈ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് എന്ന് ശ്രുതിക്കൊരു സംശയം തോന്നി. അപ്പോൾ അത് എന്തിനാണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരും അവിടെ വരുന്നത് പോലെ ശ്യാമിന് തോന്നുകയും ശ്യാം കുളിമുറിയിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, അത് ആരാ അവിടെ? പെട്ടെന്ന് ശ്യാമിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി ഓടി. അതിന് പിന്നാലെ ശ്യാം വന്നു. എന്നാൽ ശ്രുതി ഇറങ്ങി ഓടുന്ന ടൈമിൽ അവിടെ കർട്ടനായിട്ട് കുറച്ച് മുത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തട്ടി ശ്രുതിയുടെ തലമുടി അതിൽ തട്ടി. അങ്ങനെ പെട്ടെന്ന് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, പോയി ഒളിച്ചിരുന്നു. ശ്യാം വന്നപ്പോൾ അവിടെ ആരോ വന്നു പോയതുപോലെ ഒരു ഫീലിംഗ് ശ്യാമിന് തോന്നി. അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നു. ശ്രുതി റൂമിന് പുറത്ത് ആരും കാണാതെ ഒളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ശ്യാമിന് ഫോൺ കോൾ വന്നു. ഫോണെടുത്ത് സംസാരിച്ചു. അത് കുറച്ച് ഗുണ്ടകളായിരുന്നു. അവരോട് സംസാരിക്കുന്നത്, നിന്നോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമെന്ന്, നീയൊക്കെ എന്തിനാ എന്നെ ഇങ്ങോട്ട് തെരുതെരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ശ്യാം പറഞ്ഞത്, ശരി, ഞാൻ രാത്രി 8 മണിക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എത്തണം. രാത്രി 8 മണിയാവുമ്പോൾ, കറക്റ്റ് 8 മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവനെയും കൊണ്ട് നിങ്ങൾ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്യാം കോൾ കട്ട് ചെയ്തു. പതുക്കെ പുറത്തോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ ശ്യാം കതവ് കടച്ചു കുറ്റിയിട്ടു.
എന്നാൽ ശ്രുതിയാണെങ്കിൽ വന്ന് അപ്പോൾ തന്നെ ശ്രുതിക്ക് സംശയം തോന്നി, ഇതെന്താ. എന്നിട്ട് ശ്രുതി നേരെ റൂമിലേക്ക് പോയി. അയാൾ എന്തായാലും 8 മണിക്ക് തന്നെ പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സൂചനകൾ കിട്ടും എന്ന് ഉറപ്പായിരുന്നു. അതിനു വേണ്ടിയിട്ട് ശ്രുതി പുറത്തോട്ട് പോയി. അങ്ങനെ ശ്യാമിനെ പിന്തുടർന്നുകൊണ്ട് കുറേ ദൂരം ശ്രുതി പോയി. അങ്ങനെ അവരെത്തിപ്പെട്ടത് ഒരു ഗോഡൌണിലാണ്. ശ്യാം അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞ പൈസ കൊണ്ട് തരികയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുവാണ്. എന്നിട്ട് ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്യാം ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ശ്രുതിയുടെ കൈ തട്ടി അവിടെ ഇരുന്ന കുറച്ച് കമ്പികൾ തറയെ വന്ന് വീഴുകയും ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ശ്രുതി ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ നിന്ന് ഗുണ്ടകൾ അത് ആരാണെന്ന് നോക്കാനായിട്ട് പോവുകയും പെട്ടെന്ന് ശ്രുതിയെ കാണുകയും ശ്രുതിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് നേരെ ശ്യാമിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ശ്യാമിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിച്ചു, ഒരു കാരണവശാലും ഞാൻ അശ്വിൻ സാറിനെ തിരയുകയാണ്, അശ്വിൻ സാറിന്റെ കാണാത്തതിന് പിന്നിൽ ശ്യാമാണെന്ന് സൂചന കിട്ടാൻ പാടില്ല. പകരം അയാൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കും പെരുമാറേണ്ടത് എന്ന് ശ്രുതി ഉറപ്പിച്ചു. അങ്ങനെ ശ്യാമിനോട് ശ്രുതി അപ്പോൾ ശ്യാം ശ്രുതിയെ കണ്ടോടനെ തന്നെ ഷോക്കായി. നീ എന്താ ശ്രുതി ഇവിടെ, ഈ രാത്രിയിൽ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അതേ ചോദ്യം തിരിച്ചും ചോദിച്ചു. അപ്പോൾ അതിനെല്ലാം അയാൾ പറഞ്ഞത്, ഞങ്ങളുടെ വീട് പണിയുണ്ടല്ലോ, വീട് പണി പൂർത്തിയാക്കാനായിട്ട് ഒരു കോൺട്രാക്ടറെ കൊടുത്തു. പക്ഷെ അയാൾ അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരെ ഏർപ്പാടാക്കിയിട്ട് പൈസ കൊടുത്ത് അയാളൊന്ന് വരട്ടാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല അശ്വിനെ കയ്യിൽ നിന്നും ഒപ്പിട്ട് കിട്ടിയ ആ ഡോക്യുമെന്റ്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് എനിക്കിപ്പോൾ വീട് പണി പൂർത്തിയാക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ അശ്വിൻ്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് മേടിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു ശ്യാം പറഞ്ഞ് ശ്രുതിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശ്രുതി തിരിച്ചു പറഞ്ഞത്, അശ്വിൻ സാർ വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ ഈ കള്ളങ്ങളെല്ലാം, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചതെല്ലാം ഞാൻ അശ്വിൻ സാറിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് ശ്രുതി തർപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട് എന്ന് ശ്രുതി മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം ദേഷ്യത്തോടു കൂടി വീട്ടിലോട്ട് പോയെങ്കിലും ശ്യാമിന് ഒരു സംശയമൊന്നുമില്ല. അശ്വിനെ കുറിച്ച് ശ്രുതി അറിഞ്ഞു അല്ലെങ്കിൽ എന്നെ സംശയമുണ്ടെന്നുള്ള കാര്യമൊന്നും ശ്യാമ് മനസ്സിലാക്കിയിട്ടില്ല. വീട്ടിൽ ചെന്നപ്പോൾ മനോരമ നീ എവിടെ ഈ രാത്രിയിൽ എവിടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി ചോദിച്ചു. ശ്യാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ വിശ്വസിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ശ്രുതി, എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി, അയാളെ പിന്തുടർന്ന് പോയതാണ്, പക്ഷെ പകുതി ദൂരം എത്തിയപ്പോൾ അയാൾ എനിക്ക് മിസ്സായി പോയി എന്ന് മനോരമ പറഞ്ഞു. എന്തായാലും ഉടൻ തന്നെ ശ്രുതി അശ്വിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ അശ്വിൻ്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നു. മനോരമ പോയി നോക്കി ചോദിച്ചപ്പോൾ അശ്വിന് വന്ന കൊറിയർ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മനോരമ അശ്വിൻ ഇവിടെ ഇല്ല, കൊറിയർ വേണ്ട എന്ന് പറഞ്ഞ് മടക്കി അയക്കാനായിട്ട് ശ്രമിച്ചു. ശ്രുതി വന്നപ്പോൾ അശ്വിൻ സാറിന്റെ കൊറിയർ അല്ലേ എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് നോക്കുമ്പോഴാണ് ശ്രുതി പതുക്കെ മനോരമ ശ്രുതിയോട് പറയുവാണ്, ശ്രുതി കൊറിയർ വാങ്ങരുത്, ഇത് ചിലപ്പോൾ അശ്വിനെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകൾ നമുക്ക് അയച്ചതാണെങ്കിലോ വല്ല ബോംബോ എന്തെങ്കിലും ആണെങ്കിലോ അതുകൊണ്ട് വാങ്ങണ്ട എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അഞ്ജലി വന്നത്. അഞ്ജലി ആ കൊറിയർ വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഫാർമയിൽ നിന്ന് വന്ന കൊറിയറാണ്. എന്നിട്ട് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അഞ്ജലി ഇത് കാര്യം ചോദിച്ചപ്പോൾ അവന് എന്നും ഡയബറ്റിക്കിനുള്ള മരുന്ന് അവർ കൊറിയർ അയക്കാറാണ് പതിവ്. അപ്പോൾ ആ മരുന്നാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി സംസാരിച്ചു. എന്നാൽ പെട്ടെന്ന് ശ്രുതിക്കൊരു സംശയം തോന്നി. ശ്രുതി അഞ്ജലിയോട് ചോദിക്കുകയാണ്, അഞ്ജലി ചേച്ചി, അശ്വിൻ സാറിന് എപ്പോഴും ഇങ്ങനെ കൊറിയർ ആയിട്ടാണോ മരുന്ന് വരുന്നത്? അതായത് എല്ലാ കടകളിലും ഈ മരുന്ന് കിട്ടത്തില്ല, ഡയബറ്റിക്കിനുള്ള മരുന്നാണ്, എല്ലാ കടകളിലും കിട്ടത്തില്ല, സിറ്റിയിലും പിന്നെ നമ്മുടെ ഓഫീസിനടുത്തും അങ്ങനെ കുറച്ച് കടകളിൽ മാത്രമേ ഈ മരുന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അവന് ഒരു മാസത്തേക്കുള്ള മരുന്ന് അവൻ കൊറിയർ ചെയ്ത് വാങ്ങാറാണ് പതിവ്. പിന്നെ അഞ്ജലി ഒരു സംശയം കൂടി പറഞ്ഞു, ഈ മാസത്തേക്കുള്ള മരുന്ന് എല്ലാം അവൻ കൊറിയർ ചെയ്ത് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അടുത്ത മാസത്തേക്ക് മാത്രം മതിയല്ലോ, പിന്നെ ഇതെന്താ ഇപ്പോൾ ഈ ബോക്സ് വരാൻ കാരണം? ഇനിയിപ്പോൾ അവൻ തന്നെ ഓർഡർ ചെയ്തതാണോ എന്നൊരു സംശയം അഞ്ജലി പറഞ്ഞു. എന്നിട്ട് ഇത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് നീയാണ് ഇനി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തോട്ട് പോയി. അതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്കൊരു സംശയം,
ഈ കൊറിയർ അടുത്ത മാസത്തേക്കാണ് ഇനി വരേണ്ടത്. എന്നാൽ ഇത്ര പെട്ടെന്ന് ഈ കൊറിയർ വരാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? അശ്വിൻ സാറിന് ഡയബറ്റിക് മരുന്ന് അടുത്തുനിന്നും വാങ്ങാൻ കിട്ടത്തില്ല, ദൂരെ നിന്നേ വാങ്ങാൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഈ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഈ മരുന്ന് അയച്ച ആൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും ഈ മരുന്ന് അയച്ചിട്ടുള്ളത് ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ശ്യാം ആയിരിക്കും ഇത് ഓർഡർ ചെയ്തത് എന്നുള്ളൊരു സംശയം ശ്രുതിക്ക് തോന്നി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ശ്യാമിന്റെ ചതികളെ കണ്ടുപിടിച്ച് അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.